ഞാൻ വീട്ടിലെത്തിയിട്ടുള്ള ഡെയിലി ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നീച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് 12:15. അപ്പം അത് എൻ്റെ ഡേ തുടങ്ങണത് ഇപ്പോഴാണ്. ഞാനിപ്പോൾ എടുക്കുന്നു സിമ്പിൾ. അപ്പം ഞാനും ആളും അപ്പം നമുക്കിവിടെ പുട്ടും ആൻറ്റി കടലക്കറിയും പുട്ടും ഉണ്ട്. അപ്പം മാള് കഴിച്ചല്ലേ, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറ. ഇന്ന് ഞായറാഴ്ചയാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകണ കഴിച്ചിരുന്നു. വൈകുന്നേരം അമ്പലത്തിൽ പോകുന്ന മാള് വൈകുന്നേരം പോണേ. മാളുണ്ടാവില്ല. തിരുമാന്താംകുന്ന് ഗുരുവായൂർ പോകാനായിരുന്നു പ്ലാന്. പക്ഷേ നമുക്ക് അത് ഇന്ന് സൺഡേ നല്ല തിരക്കാവും, പിന്നെ ഇത്ര ലോങ് പോകും വേണം. അവിടെ നമ്മൾ തൽക്കാലം കൃഷ്ണൻ്റെ അമ്പലം അങ്ങാടിപ്പുറത്തുണ്ടല്ലോ അവിടെ പോയച്ചു. അപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറത്തും കൃഷ്ണ അമ്പലം എന്ന് ഇടത്തുപുറത്തും തളി പോകണ്ടോ അറിയില്ല, അവിടേക്കും പോകണ്ടാവാം. എന്തായാലും വേണേലും പോകും. അത് ഞാനാ മെസ്സേജ് ഉണ്ടാവുള്ളൂ. വീഡിയോ എത്ര നേരം ഞാൻ എടുക്കുമെന്ന് എനിക്കറിയില്ല. മാളു വൈകുന്നേരം കാണാൻ എടപ്പാള് പോണ കാരണം മാളിൽ വരാൻ പറ്റില്ല. കുഴപ്പമില്ല. ബാക്കി എന്താ വിശേഷം? ബാക്കി പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ ദിവസം. അപ്പോൾ ഗൈസ്, ഡേ ഇൻ മൈ ലൈഫിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ അമ്മയും എന്തോ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു പഠിക്കൽ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി മാളുടെ വീട് എടുക്കാൻ വേണ്ടി ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ചെടി പറിക്കുക അങ്ങനെ എന്തോ ആയിരുന്നു അത്. എന്തായാലും അന്നത്തെ ഡേ അങ്ങനെ കഴിഞ്ഞു. പിന്നെ നേരെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി. സമയം ഏകദേശം 5 മണിയാവാനായിട്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ പരിപാടികളുണ്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പിന്നീട് രാവിലെ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ആ ഫുഡ് കഴിക്കണം മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. സ്ഥിരം ഡേ ഇൻ മൈ ലൈഫ് പിന്നെ അത് തന്നെയാണ്. ഓക്കെ, സ്ഥിരം അത് തന്നെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് പുതിയ ഡ്രസ്സാണ് എങ്ങനെയുണ്ടെന്ന് കമ്പി ചാർജിനിട്ടിരിക്കാം. അപ്പോൾ നമുക്ക് റെഡി ആവാം. റെഡി ആവുന്നത് ഞാൻ കാണിക്കുന്നില്ല. റെഡി ആയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി താഴത്തേക്ക് പോയി നോക്കാം. അപ്പം അതിന് ഷാളും കൂടി വരുന്നുണ്ട്. കമ്മലൊന്നും ഇട്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് താഴത്തേക്കും കൂടി പോയി നോക്കാം. നമ്മൾ തിരുമാനോണിക്ക് പോകാനുള്ളൊരു പ്ലാനിലാണ്. രാവിലെ ഗുരുവായൂർ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്തു. ഇനി നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ പോകാമെന്ന് ഉള്ള പ്ലാനിങ്ങിലാണിപ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, താഴത്തേക്ക് പോകാം കേട്ടോ. അങ്ങനെ ഞാൻ താഴെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം താഴത്തേക്ക് പോയി നോക്കുകയാണ് ഗൈസ്. താഴെ അച്ഛനും അമ്മയും റെഡി, ഞാനും അച്ഛനും അമ്മയും തന്നെ പോകാനുള്ളൂ കേട്ടോ. അപ്പോൾ റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരെ ഉമ്മറത്തേക്ക് പോയി ഒരു വീഡിയോ ഒക്കെ എടുത്ത് ജസ്റ്റ് ഞാൻ കമ്മലിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ കമ്മലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലുണ്ട്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. പിന്നെ അങ്ങനെ നിന്നപ്പോൾ ഞാൻ അമ്മയുടെ ആ ഒരു കുറേ ചെടി ഉണ്ട് അമ്മ നോക്കി നടത്തണേ. അല്ല, ചെമ്പരത്തി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇപ്പോൾ ബോഗൻവില്ല ഉണ്ടാവുന്ന സീസണാണല്ലോ. ബൈ. പഠിച്ചു കഴിഞ്ഞോ ഫിസിക്സ് പരീക്ഷയ്ക്ക്? ഫിസിക്സ് ഇതെന്തിങ്ങനെ ഇപ്പം സൂം ഔട്ട് ആക്കാൻ പറ്റില്ല. ഇത് ഫണ്ണിൽ മാത്രമേ കിടക്കുള്ളൂ. ഇപ്പോൾ നോക്കിയോക്കെ 0.5 കിട്ട വരുന്നില്ല, പോണില്ല. എന്നാ ശരിയാ, ബൈ ഗൈസ്. എപ്പോൾ ഞാൻ വരുമ്പോഴും ഒക്കെ പരീക്ഷയായിരിക്കും. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. പിന്നെ ഇപ്പം ഞാനും അച്ഛനും അമ്മയും തന്നെ പോവാള്ളൂ കേട്ടോ തിരുവനന്തപുരത്തേക്ക്. മുടിയൊന്നും ശരിയായിട്ടില്ല. ഏയ് അത് പറയാൻ പറ്റില്ല, നമ്മുടെ ഫോണുണ്ട്. അങ്ങനെ ആദ്യം ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടത്. ടീച്ചേഴ്സ് ആരുമാണ്.
മിറർ കണ്ടതാ അമ്മ വാ. കുറച്ച് ഫ്രണ്ടിലേക്ക് വാ. നോക്ക് ഹൈറ്റും കൂടി ശരിയാവില്ല. ഞാൻ കൊറേ താഴ്ത്തി പിടിക്കണം. ഇതെന്താ വെച്ചാൽ അവിടെ അമ്പലത്തിൽ തിരുമണത്തിൽ പായസം കൊടുക്കുന്ന ക്യൂ ആണ് കേട്ടോ. പായസമൊക്കെ മേടിച്ചു. ഞാൻ പായസം അവിടെ നിന്ന് തന്നെ എല്ലാവരും അവിടെ നിന്ന് തന്നെ കഴിച്ചത്. കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ലൊരു അമ്പലത്തിലെ പായസത്തിനും ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഈ പായസം അവിടെ നെയ്യിലൊക്കെ ഇട്ടുണ്ടാക്കിയ പായസമായിരുന്നു കേട്ടോ. പായസം അങ്ങനെ പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിലേക്കായിരുന്നു പ്ലാൻ. പക്ഷേ ഞാൻ നെക്സ്റ്റ് ഡേ പോകുന്ന എനിക്കൊരു ബർഗർ, ഹെക്സ ബർഗർ കഴിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പെരുന്തവണ്ണ അവിടെ പോയി റെഡ് ഷെഫിൽ പോയി. ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോയിൽ റെഡ് ഷെഫിന് ബർഗർ വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെഡ് ഷെഫിൽ നമ്മൾ നേരാൻ പറ്റി പോയിട്ട് ഈ സാധനം നമുക്ക് കിട്ടി. അവർ വെയിറ്റിംഗ് ടൈം പറഞ്ഞോട്ടെ 260 രൂപയെന്ന്. പക്ഷേ ആ പ്രൈസിന് ബോർത്തായാലും ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. എന്താണെങ്കിലും കുറേ നേരം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ ആ വെയിറ്റിംഗ് ടൈം നമുക്ക് ക്ലിയർ ചെയ്യണമല്ലോ. അപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ത്രെഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ പെരുന്നാളിന് ആ സമയം 8:30 ആയിട്ടുണ്ടായിരുന്നു. അന്ന് സൺഡേയും ആയിരുന്നു. എന്തോ എനിക്ക് പാർലർ ഉണ്ടായിരുന്നു, ഡെസേർട്ട്. ഞാൻ ആദ്യമായിട്ടാണ് പെരുന്നാളിന് ഡെസേർട്ടിൽ പോണത്. അങ്ങനെ ഡെസേർട്ടിൽ പോയപ്പോൾ അവിടെ നല്ല സ്വഭാവമൊക്കെ തന്നെ ഉണ്ട്. ത്രെഡ് ചെയ്യാനല്ലേ വേണ്ടുള്ളൂ. അങ്ങനെ ത്രെഡ് ചെയ്യാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തു. ത്രെഡ് ചെയ്തു. അങ്ങനെ ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 1 മണിക്കൂർ അടുത്തായി. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് മേടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവിടെ വോയിസ് കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ പാട്ടുണ്ടായിരുന്നു കാറിൽ. അപ്പോൾ ഞാൻ അതിന് കോപ്പിറൈറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്താണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് അച്ഛൻ ചോദിച്ചപ്പോൾ അതായിട്ടില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ കാറിൽ കുറച്ച് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ആ നെയിൽ പോളിഷ് ലൈറ്റിൽ തിളങ്ങും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതെയോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ നമുക്ക് ബർഗറൊക്കെ മേടിച്ച് വീട്ടിലെത്തി. ഇതാണ് ഹെക്സ ബർഗർ ഗൈസ്. ഏകദേശം 4 പേർക്ക് കഴിക്കാൻ പറ്റും. പേഴ്സണലി എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ ഉച്ചയ്ക്കും കഴിച്ചത് അങ്ങനെ അറിയില്ല. ഇതിപ്പോൾ ഒരു 10:30 ഉണ്ടായിരുന്നു രാത്രി വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കിനും. അന്നേരം കഴിച്ചതിനെ കൊണ്ടാണോ എന്താണെന്നറിയില്ല, അത്ര പോരാന്ന് തന്നെ ഞാൻ പറയും. കാരണം നമുക്ക് അത്രയും റേറ്റിന് മേടിക്കണ സാധനമല്ലേ. ചീസ് ഒരുവിധം എനിക്ക് ചീസൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷേ ചീസ് ഇതിൽ ഓവറായിട്ട് എനിക്ക് തോന്നുന്നു. ചീസിൽ മുങ്ങി കിടക്കുന്ന സാധനം തന്നെയാണ് ഈ ഹെക്സ ബർഗർ. അപ്പോൾ മാള് കഴിക്കുന്നുണ്ട്, നമുക്ക് ചോദിച്ചോക്കാം എങ്ങനെയുണ്ട്. ഒരു ചീസിൻ്റെ കളറ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ റെഡ് ഷെഫെന്ന് ഇവിടെ റെഡ് ഷെഫെന്ന് ഇവിടെ ഉണ്ട് അടിയിലാവും. റെഡ് ഷെഫെന്ന് മേടിച്ച ഈ സാധനം ഹെക്സ ബർഗർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടില്ല, ഞാൻ കഴിച്ചോണ്ടിരിക്കാം. കഴിച്ചു. മൊത്തം 4 ഞാൻ 2 ഒരു ബർഗർ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് എന്താ പറയുക, ബാക്കി ചീസ് ഞാൻ ഇങ്ങനെ ഉരുട്ടിയതാട്ടോ. പേപ്പറിൽ ഉരുട്ടിയതാണ്. അപ്പോൾ ഇത് കളയാൻ പോവാണ്. ഓവർ ചീസാണ്. ആക്ച്വലി ഇതിന് 760 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വലിയ ഹൈപ്പൊക്കെ കണ്ടുകൊണ്ടാണ് ഈ സാധനം കഴിക്കാൻ വേണ്ടി വിചാരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പൈസ ഇല്ലായിരുന്നു. ഇപ്രാവശ്യം
എന്തായാലും ട്രൈ ചെയ്യാൻ വിചാരിച്ച് ട്രൈ ചെയ്താണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഇനി ഞാൻ ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ റേറ്റിന് അത് തോന്നണം. ചീസ് കുറേ വെച്ചതും സാധാ ബർഗറിൽ ചീസ് കുറേ വെച്ചതാണ്. അവിടെ സാധാ ബർഗർക്ക് നല്ല ടേസ്റ്റാണ്, അതും പറയണമല്ലോ. അത് ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്. സമയം 10:25 അല്ല സോറി 10:35. എന്നിട്ട് അപ്പം ചീസ് നമുക്ക് കുറച്ച് ഓവറായിട്ട് തോന്നും. അതിനെ കാണുന്നുണ്ടോ? ഉണ്ടല്ലോ, ചീസ് ഇതിൽ കുറച്ച് നല്ല ഓവറായിട്ട് നമുക്ക് തോന്നണമല്ല, ശരിക്കും ആണ്. അത് ഓവർ ചീസായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ ഈ ചീസിനാണ് ഞാൻ ഇത്രയും തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ ഇത് കളയാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചീസ് ഞാൻ ചീസ് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. ഈ സമയം ആയതുകൊണ്ടാണ് എന്താ അറിയില്ല. അപ്പോൾ ഗൈസ് ഈ റേറ്റിനൊന്നും കുഴപ്പമില്ല, ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യാന്നല്ലാണ്ട്. അവിടെ കുഴച്ചോണ്ടിരിക്കുക. അത് അതിലേക്കിടാം. ഇത് കാണാം ഗൈസ്. ഈ വീഡിയോ നമ്മൾക്ക് മോളിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നൈറ്റ് ബൈ. എനിക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നുണ്ടോ? എന്താ? ഞാൻ ത്രെഡ് ചെയ്തു. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഹെക്സാ ബർഗർ വാങ്ങിച്ച് ത്രെഡ് ഇതൊക്കെ എത്തി. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വന്ന നേരപ്പോഴത്തേക്കും തെറ്റിയിട്ടാണ് കേസ് വന്നത്. അതിൻ്റെ പല്ലേ ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നോക്കാമല്ലോ. ഞാൻ കഴിച്ചു. ഞങ്ങളെന്തോ ഇരുണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി നാളെ പുതിയ വീഡിയോ. അപ്പം ഇനി നാളെ നമുക്ക് വീഡിയോ ഉണ്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ മറ്റന്നാൾ പോകും. ബൈ ഗൈസ്. പുതിയ വീഡിയോ ആയിട്ട് വരണ വരെ പിന്നെ കാണാം. ടാറ്റ ബൈ ബൈ. സീ യു ഗുഡ് നൈറ്റ്. ഹാവ് എ നൈസ് ഡേ. ശരി ഗൈസ്. ബൈ. See you in the next video. See you.